ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മീൻ കറി ഉണ്ടാക്കാൻ പോവുകയാണേ. നമ്മുടെ ഈ കല്യാണ വീട്ടിലൊക്കെ കിട്ടണം നല്ല കുറുകിയ മീൻ കറിയില്ലേ, അതുപോലെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കേരമീൻ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചേ വെക്കുന്നുള്ളൂ, കാരണം ഞങ്ങളുടെ ഇവിടെ അങ്ങനെ അധികം ആരും കഴിക്കത്തില്ല. ഞാനും അമ്മയും മാത്രമേ കഴിക്കത്തുള്ളൂ മീൻ കറി. അതുകൊണ്ട് തന്നെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയിലേക്കാണ് ഞാൻ കഴുകി വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാനൊരു 3-4 കഷ്ണം പുളി ഇടുകയാണ്. ഒരു വലിയ കഷ്ണം പുളിയെ ഒരു 3-4 എണ്ണമാക്കി മുറിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരല്പം കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതും ഇട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാനൊരു 2 ഇതള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കണേ. എനിക്ക് ചെറുള്ളി പൊളിക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ സബോള ഇട്ട് വെക്കുന്നത്. പിന്നെ ഞാനൊരു തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്ത് അതും കൂടി ഇട്ട് ഉപ്പും ഇട്ട് നല്ലതുപോലെ വഴറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ സബോളയൊക്കെ നല്ലതുപോലെ ഒന്ന് വേകണം, വെന്തൊന്ന് അലിയണം. ഇനി വെന്ത് നല്ലതുപോലെ അലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂണ് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയും ചേർത്ത് അതിൻ്റെയും കൂടി പച്ചമണം മാറുന്നിടം വരെ വഴറ്റി കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാൻ കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ചേർക്കാറില്ല. മല്ലിപ്പൊടി ചേർത്തും വെക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നമ്മുടെ എണ്ണ നല്ലതുപോലെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവ് എത്തുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. ഞാനിവിടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച ആ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒരല്പം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമെല്ലാം നല്ലതുപോലെ തിളച്ച് നല്ലൊരു തിക്ക് ഗ്രേവിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മൺചട്ടിയിൽ മീൻ വെച്ചിരിക്കുന്നതിനകത്തേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് എന്തോരം വെള്ളം വേണം അത്രയും വെള്ളം ഒഴിച്ച് ഇതൊന്ന് ചുറ്റിച്ച് നമുക്കൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കൂടുതൽ വെള്ളം ആകാതിരിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി വെള്ളം കൂടുതലാണെങ്കിലും ഒന്ന് പറ്റിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. പിന്നെ ഈ സമയത്ത് ഉപ്പും കൂടി നോക്കണം. ഉപ്പ് നോക്കി നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് പിന്നെയും വെക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കറി ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നല്ല അടിപൊളി കൊഴുപ്പുള്ള മീൻ കറി റെഡിയാവുകയെ. ഞാനിവിടെ ഇത്തിരി ഗ്രേവി വെള്ളം കൂടുതലാണ്, അതൊന്നും കൂടെ പറ്റിച്ചാൽ കുറച്ചും കൂടെ കുറുകും കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ചാറ് വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചാറുള്ള രീതിയിൽ വെച്ചേക്കുന്നത്. ഇത്തിരിയും കൂടെ കുറുക്കിയെടുത്താൽ ഇതിലും ടേസ്റ്റാണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.